നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അഡീഷണലായിട്ട് ഒരു ബാത്റൂം കൂടി നമ്മളവിടെ എടുക്കുന്നുണ്ട്. ഒരു കോർണറിൽ സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതും കൂടി അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു ബാത്റൂമും ഒരു വാഷ് ഏരിയയും കൊണ്ട് നമ്മൾ രണ്ടാമത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലിന്ത് ബീം ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുത്ത് അതിന്മേന്ന് വരുന്ന കമ്പിയിലേക്കുണ്ട് നമ്മൾ രണ്ടാമത്തെ പ്ലിന്ത് ബീമിൻ്റെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇവിടെ ഒരു ഫില്ലർ കൊടുക്കാവുന്നതായിരുന്നു നിർദ്ദേശം. അങ്ങനെ ഫില്ലർ കൊടുത്ത് ആണ് വർക്ക് ചെയ്യണത്. അതിനൊപ്പം തന്നെ സ്റ്റെയർ കേഴ്സിൻ്റെ പണിയും നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇങ്ങനെ മടക്കുള്ള സ്റ്റെപ്പായ കാരണം സമയം എടുക്കും കമ്പികൾ കെട്ടി വരാൻ. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടികളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലിന്ത് ബീമിൻ്റെ ഒപ്പം തന്നെ ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് പോകാനുള്ള ഓസും കൂടി ഒപ്പം തന്നെ വെച്ച് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാഴപ്പിണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വാഴപ്പിണ്ടി കൊടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. ഈ കുളിക്കുന്ന വെള്ളം പോകാനും ബാത്റൂമിൻ്റെ വേസ്റ്റ് പോകാനും വേണ്ടിയിട്ട് 2 പൈപ്പ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് പ്ലിന്ത് ബീം മാർക്കുമ്പോൾ തന്നെ മറന്നു പോകാണ്ട് 2 വാഴപ്പിണ്ടി ഏകദേശം ഒരു 10 ഇഞ്ചിൽ കുറയാതെയുള്ള വാഴപ്പിണ്ടി വയ്ക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നാളെ അവർക്കത് എൻ്റെ ഉള്ളിലേക്കൂടെ പൈപ്പ് കറക്റ്റായിട്ട് പോയുള്ളൂ. എന്നാൽ ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും. ചെറിയ വാഴപ്പിണ്ടിയൊന്നും വയ്ക്കാതെ ഏകദേശം ഒരു 10 ഇഞ്ചിന് മുകളിലുള്ള വാഴ പിണ്ടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബാത്റൂം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലോർ താത്തിയുണ്ടാവും നമ്മൾ കൊടുത്തേക്കണേ. അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും പണികൾ നടക്കുന്നുണ്ട്.